കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? പച്ചപ്പ്, കാപ്പിത്തോട്ടങ്ങൾ, മൂടൽമഞ്ഞ്, മഴ, അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ആനശല്യം. വർഷങ്ങളായി വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് കാട്ടാന. രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ വീടുകളിൽ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ. കൃഷി നശിപ്പിക്കുന്നു, ജീവനുകൾ നഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ ആന എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം ഉയരുന്നത് ഭയമാണ്. ജീവിതം ചിലപ്പോൾ നമ്മുടെ എല്ലാ മുൻവിധികളെയും തകർത്തുകളയും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ മരണത്തിൻ്റെ വക്കിലാണ്. ചുറ്റും വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, എല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ കണ്ടെത്താനാകുന്നില്ല, സഹായം എവിടെ നിന്നുമില്ല. അത്തരമൊരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഒരു കാട്ടാനക്കൊമ്പൻ നിങ്ങൾ കരുതുന്നത് പോലെ ആക്രമിക്കാനല്ല, മറിച്ച് കാവൽ നിൽക്കാൻ. ഇതൊരു സിനിമയുടെ കഥയല്ല, നിരവധി പേരെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമാണ്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും തകർത്ത ഉരുൾപൊട്ടലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട സുജാത പിന്നീട് പറഞ്ഞ വാക്കുകൾ ഇന്നും പലരെയും കണ്ണീരിലാഴ്ത്തുന്നു. ഞങ്ങളുടെ വീടിൻ്റെ വാർപ്പ് തലയിൽ വീണു. അകത്തുനിന്ന് പുറത്തിറങ്ങാൻ അടുപ്പിൻ്റെ ഭാഗം പൊളിച്ച് ഇഷ്ടികകൾ മാറ്റി പുറത്തേക്ക് ചാടി. പേരക്കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്തു. മുന്നിൽ 2 നില കെട്ടിടം പോലും ഒഴുകി വരികയായിരുന്നു. ഞങ്ങൾ നീന്തിക്കൊണ്ട് കാപ്പിത്തോട്ടത്തിലേക്കെത്തി. അവിടെ നടന്നത് അവരെപ്പോലും അമ്പരിപ്പിക്കുന്നു. ഒരു വലിയ കാട്ടുകൊമ്പൻ, കൂടെ 2 ആനകൾ. സുജാത വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾ വലിയൊരു ദുരന്തത്തിൽ നിന്നുമാണ് വരുന്നത്, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ. അപ്പോൾ ആ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് പോലെ തോന്നിയെന്ന് അവർ പറയുന്നു. ആ രാത്രി മുഴുവൻ ആനകൾ അവരെ ആക്രമിച്ചില്ല. നേരം വെളുക്കും വരെ അവിടെ നിന്നു. പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴാണ് അവർ സുരക്ഷിതരായത്. ഈ കഥ പലർക്കും ഒരു ചോദ്യം ഉയർത്തി. ഒരു ആനയ്ക്ക് ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ? ശാസ്ത്രം അതിന് കൗതുകകരമായ മറുപടികളാണ് നൽകുന്നത്. കെനിയയിലെ ആംബോസലി ദേശീയോദ്യാനത്തിൽ വർഷങ്ങളായി നടന്ന പഠനങ്ങൾ പറയുന്നത് ആനകൾ മനുഷ്യരെ വെറുമൊരു രൂപം നോക്കിയല്ല തിരിച്ചറിയുന്നത് എന്നതാണ്. മനുഷ്യരുടെ ശബ്ദം, വസ്ത്രത്തിൻ്റെ നിറം, ഗന്ധം, പ്രായം, ലിംഗഭേദം, അതുപോലെ തന്നെ അവർ ഭീഷണിയാണോ അല്ലയോ എന്നതുവരെ ആനകൾ മനസ്സിലാക്കുന്നു. മസായി ഗോത്രവർഗ്ഗക്കാർ പലപ്പോഴും ആനകളെ വേട്ടയാടിയിരുന്ന സാഹചര്യത്തിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആനകൾ കുട്ടിയാനകളെ നടുവിലാക്കി പ്രതിരോധ വലയം സൃഷ്ടിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. അതേസമയം അതേ പ്രദേശത്തെ കർഷകരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആനകൾ ശാന്തരായിരുന്നു. അതായത് മനുഷ്യരെ ഒരുപോലെ കാണുന്നില്ല, അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്നു. ഇനി മറ്റൊരു അത്ഭുതം, മനുഷ്യൻ വിരൽ ചൂണ്ടിക്കാണിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന വന്യമൃഗം ഏതാണ്? വർഷങ്ങളോളം ഗവേഷകർ കരുതിയിരുന്നത് മനുഷ്യനും ചില വളർത്തുമൃഗങ്ങൾക്കും മാത്രമാണ് ഈ കഴിവുള്ളത് എന്നതാണ്. എന്നാൽ സെൻറ് ആൻഡ്രൂസ് സർവകലാശാലയിലെ പഠനം മറ്റൊന്നാണ് തെളിയിച്ചത്. പരിശീലനമൊന്നുമില്ലാതെ മനുഷ്യൻ കൈ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് പോയി ഒളിപ്പിച്ച ഭക്ഷണം കണ്ടെത്താൻ ആനകൾക്ക് കഴിഞ്ഞു. ഇത് വെറും ഒരു അനുകരണമല്ല, മനുഷ്യൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള കഴിവാണ്. ആനകളുടെ തലച്ചോറ് ഭൂമിയിലെ ഏറ്റവും സങ്കീർണമായ തലച്ചോറുകളിൽ ഒന്നാണ്. ഓർമ്മശക്തി, സാമൂഹിക ബന്ധം, പ്രശ്നപരിഹാരം, സഹാനുഭൂതി, ദുഃഖം, സന്തോഷം, പരോപകാരം തുടങ്ങി വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അവയ്ക്ക് കഴിയുമെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആനകൾ സ്വന്തം കൂട്ടത്തിലെ അംഗങ്ങൾ മരിച്ചാൽ ദിവസങ്ങൾക്ക് ശേഷവും അസ്ഥികൾ സ്പർശിക്കുകയും മൗനമായി നിൽക്കുകയും ചെയ്യുന്നതായി വന്യജീവി ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും അപകടം തിരിച്ചറിഞ്ഞാൽ മുഴുവൻ കൂട്ടത്തെയും മുന്നറിയിപ്പ് നൽകുകയും ആനകളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് ആനബുദ്ധി എന്ന പ്രയോഗത്തിന് യഥാർത്ഥ അർത്ഥം നൽകുന്നത്. എന്നാൽ ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. ആനകൾ ഇത്ര ബുദ്ധിമാനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നത്? ഉത്തരം ലളിതമല്ല. ഒരു കാലത്ത് ആനകൾ സഞ്ചരിച്ചിരുന്ന വഴികളാണ് ഇന്ന് റോഡുകളും റിസോർട്ടുകളും കൃഷിയിടങ്ങളും വീടുകളും ഉയർന്നിരിക്കുന്നത്. വനപാതകൾ മുറിഞ്ഞു, ഭക്ഷണം കുറഞ്ഞു, ജലസ്രോതസ് ഇല്ലാതാക്കുന്നു. അപ്പോൾ ആനകൾ മനുഷ്യവാസ മേഖലയിലേക്ക് കടക്കുന്നു. മനുഷ്യർ പറയുന്നു, ആന കയറി. ആനയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ എൻ്റെ പഴയ വഴിയിലാണ് ഇപ്പോൾ മനുഷ്യർ താമസിക്കുന്നത്. അതുകൊണ്ടാണ് വന്യജീവി വിദഗ്ധർ പറയുന്നത് മനുഷ്യനും ആനയും തമ്മിലുള്ള പ്രശ്നം പലപ്പോഴും വൈരത്തിൻ്റെ ഫലമല്ല, ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിൻ്റെ ഫലമാണ്. എന്നിരുന്നാലും ആന ആക്രമണങ്ങളിൽ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. കർഷകരുടെ ദുരിതം യാഥാർത്ഥ്യമാണ്. അതുപോലെ വൈദ്യുതാഘാതത്തിലും ട്രെയിൻ അപകടങ്ങളിലും വിഷം കൊടുത്തും അനേകം ആനകൾ മരിക്കുന്നു. അതുകൊണ്ട് പരിഹാരം മനുഷ്യനെ മാത്രം സംരക്ഷിക്കുകയോ ആനയെ മാത്രം സംരക്ഷിക്കുകയോ അല്ല, രണ്ടുപേരും ജീവിക്കാനുള്ള ഇടം കണ്ടെത്തുകയാണ്.
മുണ്ടക്കൈയിലെ ദുരന്തത്തിൽ സുജാതയുടെ മുന്നിൽ നിന്ന ആ കൊമ്പൻ എന്താണ് ചിന്തിച്ചത് എന്നത് നമുക്കൊരിക്കലും അറിയാനാവില്ല. അവൻ അവരുടെ ഭയം മനസ്സിലാക്കിയിരിക്കാം. അല്ലെങ്കിൽ പ്രകൃതിയുടെ മഹാദുരന്തത്തിൽ അവനും നിശബ്ദമായ സാക്ഷിയായിരിക്കാം. വിശ്വാസികൾക്ക് അത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹമായിരിക്കും. ശാസ്ത്രജ്ഞർക്ക് അത് ആനയുടെ സഹാനുഭൂതിയുടെ ഉദാഹരണമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രകൃതിയെ മനസ്സിലാക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആനയെ ശത്രുവായി മാത്രം കാണുകയും മനുഷ്യനെ അധിനിവേശക്കാരനായി മാത്രം കാണുകയും ചെയ്താൽ ഈ സംഘർഷം ഒരിക്കലും അവസാനിക്കില്ല. ഒരുപക്ഷെ ആ രാത്രി കാപ്പിത്തോട്ടത്തിൽ നടന്നത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതായിരിക്കും. ചിലപ്പോൾ മനുഷ്യനെ രക്ഷിക്കുന്നത് മറ്റൊരു മനുഷ്യനല്ല, പ്രകൃതിയുടെ ഭാഗമായ ഒരു ജീവി തന്നെയായിരിക്കും. ആ ജീവി നമ്മൾ ഭയപ്പെടുന്ന ഒരു കാട്ടുകൊമ്പനാണെങ്കിലും. അതിനാലാണ് ഈ കഥ വെറുമൊരു അത്ഭുത കഥയല്ല, മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ബന്ധത്തെ പുതുതായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ രാത്രി ആനകൾ ശരിക്കും സുജാതയ്ക്കും പേരക്കുട്ടികൾക്കും കാവൽ നിന്നതാണോ? അതോ അത് യാദർച്ഛികമായ ഒരു സംഭവമാണോ? നിങ്ങളുടെ ചിന്തകൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കൂ. പ്രകൃതിയെയും വന്യജീവികളെയും കുറിച്ചുള്ള ഇത്തരത്തിലുള്ള യഥാർത്ഥ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.